അപ്പോൾ നമ്മുടെ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള രാജാറിൻ്റെ കടയിൽ വന്നിട്ട് അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ കൊടുമ്പിലെത്തിയിട്ടാണ്. അപ്പോൾ കൊടുമ്പത്തേര് ആവാറായി ഈ വരുന്ന 1-ാം തീയതി, അതായത് ഇപ്പം ഇന്ന് 30-ാം തീയതിയാണല്ലോ. അപ്പോൾ ഫെബ്രുവരി 1, 2, 3 തീയതികളിലൊക്കെ ഇവിടെ തേര് നടക്കുകയാണ് കേട്ടോ. നമ്മുടെ കൊടുമ്പ് തേര് നടക്കുകയാണ്. അപ്പോൾ കൊടുമ്പ് തേരിൻ്റെ ഭാഗമായിട്ട് തേരുകളെല്ലാം മിനുക്കുമണികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് മേലെ എല്ലാ ആളുകൾ നിന്ന് അതിൻ്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടില്ലേ, ഇവിടെ ഇറക്കി നിർത്തിയിട്ടുണ്ട് തേരുകളൊക്കെ. അപ്പോൾ എന്താ പറയുക, തൈപ്പൂയം ആകുന്നതിൻ്റെ ഭാഗമായിട്ട് പഴനിയിലും ഉത്സവമാണല്ലോ, അതേ ദിവസം തന്നെയാണ് ഇവിടെ കൊടുമ്പ് തേര് നടക്കുന്നത് കേട്ടോ. അപ്പോൾ കൊടുമ്പ് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിൻ്റെ അന്നദാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളൊക്കെ പറ്റി അവിടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഭഗവാനെ ഫ്രണ്ടിൽ നിന്നാണെന്ന് തൊഴുതിയത്. ഞങ്ങൾ നേരെ പോകുന്നത് കമ്പാലത്തറ ഡാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയിലാണ് കൊടുമ്പ്. അപ്പോൾ കൊടുമ്പിൽ നിന്ന് ഇവിടുത്തെ അപ്ഡേഷൻസൊക്കെ അറിഞ്ഞിട്ട് നേരെ പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ പഴനിയിൽ പോയി മുരുക ഭഗവാനെയൊക്കെ തൊഴുതി മുട്ടയൊക്കെ അടിച്ചിട്ട് വന്ന ശേഷം വീണ്ടും മുരുക ഭഗവാനെ തൊഴുതാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എന്തായാലും കൊടുമ്പത്തേരിൻ്റെ വീഡിയോകൾ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊടുമ്പത്തേരിൻ്റെയും പള്ളി എന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് പാലക്കാടുള്ള ഉത്സവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു. ഇവിടെ വന്ന് ഭഗവാനെ ഫ്രണ്ടിൽ നിന്ന് തൊഴുതിയിട്ട് കൊടുമ്പിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചോട്ട് ഗൈസ്. നേരെ കമ്പാലത്തറ എന്ന് പറഞ്ഞ ഡാമിലേക്കാണ് പോണത്. അത് കാണേണ്ട കാഴ്ചയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ പോണ വഴിയിലെല്ലാം നമ്മുടെ പഴനിക്ക് നടന്നു പോകുന്ന കുറേ ആളുകൾ, അതായത് ഭക്തന്മാരെ കണ്ടു കേട്ടോ. അവർ കൊടുവായൂരിൽ നടന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. ഈ വഴി എങ്ങനെ ഈ സമയമാകുമ്പോൾ എല്ലാവരും ഇതേപോലെ നടന്ന് നമ്മുടെ പഴനിമല യാത്ര ഒക്കെ ചെയ്യുന്നതിനെയൊക്കെ കുറേ പേരെ കണ്ടു. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ചിറ്റൂർ കാവാണ് ഗൈസ്. ചിറ്റൂർ കാവിലൊരു കല്യാണമുണ്ട്, അതിൻ്റെ തിരക്കാണ് ഇപ്പോൾ നമ്മളെ കണ്ടത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നടന്നു പോകണ പിന്നെയും കണ്ടു. ഇത് കണ്ടപ്പോൾ ഇപ്പോൾ നമ്മളെ കണ്ടത് ചിറ്റൂർ കാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കല്യാണത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പാലക്കാട് ചിറ്റിയിലുള്ള ചിറ്റൂർ കാവ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ നടന്നു പോകുന്നവർ ഈ കാണുന്നവരാണ് കേട്ടോ കേസ്. ഇവർ കൊടുവായിരുന്നൊക്കെ നടന്നിട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഞങ്ങൾ നേരെ ഇങ്ങനെ പോവുകയാണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ ഓടിച്ചിട്ടേ നമുക്ക് പഴനി വരെ പോയിട്ട് വരുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം തോന്നാറുണ്ടല്ലോ. അങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥലം എത്തിയിട്ട് കേസ്. കമ്പാലത്തറ ഡാമിലേക്ക് പോകുന്ന വഴിയാണ്. എന്താ പറയുക, അടിപൊളി കാഴ്ചയുണ്ട് കേസ്. നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം, നിറയെ തെങ്ങും കവുങ്ങും അങ്ങനെ ഒരുപാട് മരങ്ങളൊക്കെ ഉള്ള, ഇടയിലിടയിൽ തമിഴ്നാട് സ്റ്റൈൽ വീടുകളും ഒക്കെ ഉള്ള ഒരു അതിമനോഹരമായൊരു സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് കമ്പാലത്തറ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അവിടെ ഫുള്ള് തെങ്ങും തോട്ടങ്ങളാണ്, കണ്ടില്ലേ. അവിടെ ഓരോ വണ്ടികളും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല മനോഹരമായ പൂക്കളും ഒക്കെ ആയിട്ടുള്ളതാണ് നമ്മൾ ആ പോകുന്ന വഴികൾ കേട്ടോ. പിന്നെ വലിയ വീടുകളും ചെറിയ വീടുകളൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് വീടുകളുണ്ട്. നമ്മളധികം പോയിട്ടുള്ളത് പാലക്കാട് മലമ്പുഴ ഡാം, പോത്തുണ്ടി ഡാം, അങ്ങനെ ഉള്ള ഡാമുകളാണ്. അത് വലിയ ഡാമുകളാണ്, റിസർവയറൊക്കെ ഉള്ള വലിയ ഡാമുകളാണ്. പക്ഷേ ഇത് ചെറിയൊരു ഡാമാണ് കേട്ടോ കേസ്. പക്ഷേ ചെറുതെന്ന് പറഞ്ഞാൽ അത്ര ചെറുതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. എന്തായാലും പോകുന്ന വഴികൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. മഴക്കാലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. പക്ഷേ ഈ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് ഡാമിൻ്റെ മേലെ കൂടെ വേറൊരു വഴിയുണ്ട് കേട്ടോ കേസ്. അപ്പോൾ അതിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം.
എങ്ങനെയുണ്ട് കേട്ടോ സ്ഥലം? ഓ അടിപൊളിയായിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള അല്ലേ, നിറയെ തെങ്ങുകളും ഒക്കെ ആയിട്ടുള്ളൊരു. പനകളാണ് കണ്ടോ കൂടുതൽ. അപ്പോൾ നമ്മുടെ പാലക്കാട് ഒരുപാട് ഡാമുകളൊക്കെ ഉണ്ടല്ലോ. മലമ്പുഴ ഡാം, വാളയാർ ഡാം, അങ്ങനെ ഒരുപാട് ഡാമുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് പാലക്കാട് അധികം പോപ്പുലർ അല്ലാത്തൊരു ഡാമിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ പാലക്കാട് മീനാക്ഷിപുരത്തുള്ള കമ്പാലത്തറ ഡാം കേട്ടോ. അടിപൊളി ഡാമാണ്. ഒരു കുഞ്ഞു ഡാമാണ്, പക്ഷേ അത്രയധികം മനോഹരമായിട്ടൊരു ഡാമാണ് കേട്ടോ. നമുക്ക് ഒരുപാട് ഇതൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. ഫുള്ള് തെങ്ങുകളും പനകളുമാണ് കേട്ടോ. വെള്ളത്തിൻ്റെ നടുക്ക് തെങ്ങുകളും പനകളും നിറഞ്ഞ ഒരു അതിമനോഹരമായ ഒരു സ്ഥലമുണ്ട് കേസ്. എത്ര പേർക്ക് അറിയുന്നറിയില്ല, നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതുപോലൊരു എന്താ പറയുക, ഒരു ഇവിടെ ഒരു പാലക്കാട് മീനാക്ഷിപുരം എന്നൊക്കെ പറഞ്ഞ ഒരു തമിഴ്നാട് ടച്ചാണല്ലോ. മീനാക്ഷിപുരം എത്തിയിട്ടില്ല എങ്കിൽ കൂടി പാലക്കാട് മീനാക്ഷിപുരം ആ ഭാഗത്തുള്ള ഒരു ഡാമാണല്ലോ ഇത്. അപ്പോൾ നമ്മൾ അധികം ഫേമസ് അല്ലാത്തൊരു ഡാമാണ് കേട്ടോ. പക്ഷേ കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഡാമും കൂടിയിട്ടാണ് ഈ കമ്പാലത്തറ ഡാം കേട്ടോ. നിറയെ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു, അതിൻ്റെ നടുക്ക് പനകളും ഈ തെങ്ങുകളും, അതൊക്കെയാണ് ഇതിൻ്റെ നല്ല ഹൈലൈറ്റ്. കണ്ടില്ലേ ഇത്രയധികം ഭംഗിയാണ് നോക്കി. ഈ വേനൽക്കാലത്തും ഈ ഡാമിൽ ഇങ്ങനെ വെള്ളങ്ങൾ ഇങ്ങനെ പാറി പറന്ന് പോകുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നല്ല പീസ്ഫുള്ളാണ് കേട്ടോ. ഇവിടെ വന്ന് ഇരിക്കാനൊക്കെ നല്ല രസമാണ്. അധികം തിരക്കൊന്നുമില്ല കേട്ടോ. കുറേ പശുക്കളുണ്ട്, 2-3 ഓരോ തെങ്ങിൻ്റെ ചോട്ടിലും കുറേ പശുക്കളെയൊക്കെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത്. നോക്ക്, അങ്ങോട്ട് നോക്ക്. പിന്നെ എന്താ പറയുക, ഓലപ്പുരകൾ നമ്മൾ അല്ലേ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ചില കാഴ്ചകളാണല്ലോ. ഈ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒടിയൻ, ARM അതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് സിനിമയിൽ നമ്മൾ വേറെ എവിടെയോ കാണുന്ന ആ കാഴ്ചകൾ പോലെ തോന്നുമെങ്കിലും അത് ഈ ഡാമാണ് ഗൈസ്. അതിമനോഹരമായിട്ടുള്ള ഒരു ഫിലിം ലൊക്കേഷൻ കൂടിയായിട്ടുള്ള ഈ കമ്പാലത്തറ ഡാം എത്ര പേർക്കൊന്നും അറിയില്ല കേട്ടോ ഗൈസ്. ഞങ്ങൾ പാലക്കാട്ടിൽ നിന്നാണ് വന്നത്. പാലക്കാട് ഞങ്ങൾ അങ്ങനെ വന്ന് ചിറ്റൂർ, വണ്ടിത്താവളം, മറ്റേ എന്താണ് വേമ്പ്ര, അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വേമ്പ്രയൊക്കെ കഴിഞ്ഞിട്ട് ഈ സ്ഥലത്തിൻ്റെ പേര്, ഇപ്പം ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് നെല്ലിമേട് കേട്ടോ ഗൈസ്. നെല്ലിമേട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ വന്ന് നിൽക്കുന്നത്. ഇത് നമുക്ക് ഇതിനെ ചുറ്റാൻ പറ്റും കേട്ടോ. ഇവിടെ മെയിനായിട്ടൊരു തമിഴ്നാട് സ്റ്റൈലാണ് വീടുകളും ആളുകൾ സംസാരിക്കുന്നതും ഒക്കെ തമിഴാണ്. അപ്പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയും അങ്ങ് അറ്റം വരെ വെള്ളമുണ്ട്. അവിടെയൊക്കെ എന്തൊക്കെയോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേസ്. അവിടെയൊക്കെ എന്തോ മണലെടുക്കുന്നതും ലോറികളും കാര്യങ്ങളൊക്കെയാണ് ആ ഭാഗത്ത് കാണുന്നത്. നമുക്ക് ഈ ഡാം ചുറ്റി കാണാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കേസ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്നിങ്ങനെ റൗണ്ട് അടിച്ച് നോക്കാം, ചുറ്റിയിട്ട് ഈ ഡാമിനെ ചുറ്റിയിട്ട് വരാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്തായാലും എന്താ പറയുക, നമ്മൾ ഈ ഡാമുകളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർ ഒരു വ്യത്യസ്തമായ ഒരു ഡാം, നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇവിടെ ഇരുന്ന് സമയമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ ഒരു കുഞ്ഞു ഡാം കേട്ടോ കേസ്. അതിമനോഹരമായിട്ടുള്ള ഒരു ഡാമാണ്. അപ്പോൾ ഈ ഡാമിൻ്റെ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ കേസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഈ കമ്പാലത്തറ ഡാമിൻ്റെ ഒന്ന് റൗണ്ട് ചുറ്റിയിട്ട് കാഴ്ചകളൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കട്ടെ കേസ്. കമ്പാലത്തറ വെങ്കലക്കയം അല്ലേ? അപ്പോൾ ഇതാണ് കമ്പാലത്തറ വെങ്കലക്കയം റോഡ് കേട്ടോ. അപ്പോൾ നമുക്ക് കമ്പാലത്തറ ഡാമിൻ്റെ അടുത്തേക്ക് പോകാൻ ഈ വഴിയും പോകാൻ പറ്റും. ഞങ്ങൾ അപ്പുറത്തുകൂടെയാണ് പോയത് നെല്ലിമേട് വഴി ആദ്യം അവിടെ പോയിട്ടാ, തിരിച്ച് ഈ റോട്ടിൽ കൂടെ വരികയാണ്. കമ്പാലത്തറ ഈ ഭാഗത്തുള്ള ഈ റോട്ടിൽ കൂടെ നോക്ക്, അടക്കകൾ പോകുന്ന വഴിയിൽ ഫുള്ള് നല്ല രസമുണ്ട് കേസ്. ഇവിടെ ഒരുപാട് തെങ്ങുകൾ, പനകൾ, ഇങ്ങനെ അടക്കകൾ, ഇങ്ങനത്തെയൊക്കെ കൃഷിയാണ് കേട്ടോ. കവുങ്ങ്, തെങ്ങ്, പന അല്ലേ, എല്ലാം നല്ല ഇവിടെ നിറയെ എന്താ പറയുക, നല്ല കൃഷിക്ക് പറ്റിയ സ്ഥലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ണേ, അപ്പോൾ നിറയെ വെള്ളവും ഒരു ഡാമിൻ്റെ ചുറ്റുപാടുമല്ല, നല്ല തണുപ്പും ഒക്കെയുള്ള ഒരു അടിപൊളി എന്താ പറയുക നല്ലൊരു ഗ്രാമം കേട്ടോ. നമ്മുടെ പാലക്കാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇതേപോലെ നമ്മൾ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നാളായിട്ട് ഞങ്ങൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല കേട്ടോ, ആദ്യമായിട്ടാണ് അല്ലേ. നന്നായിട്ടില്ല സമയം.
നല്ല രസമുണ്ട് കേട്ടോ കേസ്. ഓരോ ദിവസങ്ങൾ ഓരോ പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ യാത്രകൾ ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഇപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. എന്താ പറയുക, അടിപൊളി. ഇവിടുത്തെ ഓരോ വീടുകളായാലും തമിഴ്നാട് സ്റ്റൈൽ വീടുകളും ഒക്കെയാണ്. പക്ഷേ എന്നാലും ഇത് നമ്മുടെ കേരളത്തിലാണ് അല്ലേ. കൊള്ളാം. ഇനി കുറച്ചും കൂടി നമ്മൾ ആ ഭാഗത്തൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ മീനാക്ഷിപുരം, അങ്ങനെ നമുക്ക് വേലന്താവളം, അങ്ങനെ അവിടെ നമ്മുടെ ബോർഡർ തമിഴ്നാട് ബോർഡറൊക്കെ എത്തുന്നുണ്ടാ. ഈ വഴി വരുമ്പോൾ നിറയെ വീടുകളൊക്കെ ഉണ്ട്, ഒരുപാട് വീടുകളുണ്ട്. ചെറിയൊരു ഗ്രാമം പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഡാമിൻ്റെ അവിടം വരെ പോയിട്ട് ഡാമിൻ്റെ ആ കാഴ്ചകൾ വീണ്ടും ഒന്നും കൂടി കാണാട്ടെ കേസ്. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റിലേക്കാണ് ഈ നമ്മൾ ഈ ഡാമിൻ്റെ നമ്മൾ കുറച്ച് മുൻപ് പോയത് അപ്പുറത്താണ്, ആ പനകളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്താണ് കേട്ടോ നമ്മൾ പോയത്. ഇതിപ്പോൾ ഡാമിൻ്റെ അതെ മേലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ ഡാമിൻ്റെ. അവിടെയും ഒരു വണ്ടി പോകുന്ന ഗ്യാപ്പിലേക്കുള്ള ചെറിയൊരു റോഡുണ്ട് ഡാമിൻ്റെ മേലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഡാമിൻ്റെ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് നോക്കാം. ആ അടിപൊളി. ഡാമിൻ്റെ മേലെ കൂടെ വണ്ടി ഓട്ടിട്ട് പോകാനുള്ള ചെറിയൊരു റോഡുണ്ട്. ആ ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു കനാലാണ് ഈ താഴെ കാണുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ വെള്ളം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഒരു വലിയ വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല കേട്ടോ. ഓഹോ അടിപൊളി. നോക്ക് ഡാമിൻ്റെ അടിപൊളി കാഴ്ച നോക്ക്. ലെഫ്റ്റ് മണലിങ്ങനെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. മണൽ വാരുണ്ട് തോന്നുന്നു. എന്താ പറഞ്ഞാൽ അവിടെ ആഴം കൂട്ടാൻ വേണ്ടിയിട്ട് ഒന്നിനാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വമ്പൻ ഡാമാണ് കേട്ടോ. ഞാൻ കുഞ്ഞു ഡാമാണെന്നാണ് വിചാരിച്ചത്. സംഭവം വലിയ ഡാമാണ്. നോക്ക് അറ്റം വരെ അല്ലേ. ഞങ്ങൾ നിന്നത് ആ ഭാഗത്താണ് കേട്ടോ. അവിടെ കുറേ ഓലപ്പുരകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പാലത്തറ ഡാമിൻ്റെ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് മുമ്പേ നിന്നത് പറഞ്ഞല്ലോ, അതാ ഈ ഭാഗത്താണ് ഞങ്ങൾ. അവിടെയാണ് നല്ല പനകളും തെങ്ങുകളൊക്കെ ഉള്ള അല്ലേ, ആ ഭാഗത്താണ്. അവിടെയാണ് നമ്മൾ നിന്നിട്ടാ. പിന്നെ അങ്ങനെ കുറച്ച് ഇപ്പുറത്തുകൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡാമിൻ്റെ ഈ മേലെ കൂടെ ഈ ഒരു ചെറിയൊരു റോഡുണ്ട്. ഇങ്ങനെ ഡാം ചുറ്റാൻ വേണ്ടിയിട്ടുള്ള റോഡുണ്ട്. നമുക്കിതിലൂടെ എങ്ങനെ പോകാം കേട്ടോ. ഇതിലൂടെ എങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഡാമിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. കുറച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ അവിടെയും ചുറ്റും ആ ഭാഗത്തും ഇങ്ങനെ ഡാമാണ് കേട്ടോ. കുറേ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി പ്ലേസാണ് കമ്പാലത്തറ ഡാം കേട്ടോ കേസ്. അപ്പോൾ എല്ലാവരും പറ്റുന്നവർ വരിക, എൻജോയ് ചെയ്യട്ടെ കേസ്. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഈ ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട്ടിലെ കമ്പാലത്തറ ഡാമിൻ്റെ കാഴ്ചകളാണ് കേസ് നമ്മൾ ഇത്ര നേരം കണ്ടത്. നല്ല രസമുണ്ട്. സൂര്യൻ ഉദിച്ച് നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ അധികം അങ്ങനെയുള്ള വെയിലൊന്നും ഇല്ലാത്ത കേസ്. നല്ല രസമുണ്ട്. പിന്നെ നല്ല തണുത്ത കാറ്റും ഉണ്ട്. കണ്ടല്ലേ, ഇതാണ് ഡാം, കമ്പാലത്തറ ഡാം കേട്ടോ. നമ്മൾ മലമ്പുഴ ഡാമിലാണല്ലോ നമ്മൾ ഒരുപാട് തവണ പോകാറുള്ളത്. മലമ്പുഴ ഡാം, പിന്നെ നമ്മൾ അങ്ങനെയുള്ള നമ്മുടെ പോത്തുണ്ടി ഡാം, അങ്ങനെയൊക്കെയല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒരു അടിപൊളി സ്ഥലമാണ് കമ്പാലത്തറ ഡാം. ചെറിയൊരു ഡാമാണെങ്കിൽ കൂടി എന്താ പറയുക, അടിപൊളി. നല്ല രസമുണ്ട് കേട്ടോ കേസ്. രാവിലെയും വൈകിട്ടൊക്കെ അടിപൊളിയായിരിക്കും. സൺസെറ്റ് ഇവിടുന്ന് സൂപ്പർ സീനറി ആയിരിക്കും കേസ്. അപ്പോൾ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ ചെയ്ത ഈ ഡാമിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് കേസ് നമ്മളൊന്ന് കണ്ടത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യട്ടെ കേസ്. ഓക്കെ. അപ്പോൾ നമ്മൾ കമ്പാലത്തറ ഡാമിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ള റൂട്ട് മാപ്പൊക്കെ കിട്ടട്ടെ കേസ്. ഓക്കെ. പോവാലോ സൗ. ഓക്കെ ബൈ കേസ്.